എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അർണോൾഡ് വാൻ ജനപ്പിൻ്റെ രംഗാവതരണ സിദ്ധാന്തത്തെ പറ്റിയാണ്. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള അനുഷ്ഠാന കർമ്മങ്ങളുടെ ഉള്ളിലുള്ള പ്രക്രിയ എന്താണെന്ന് വിലയിരുത്താൻ വേണ്ടിയാണ് അർണോൾഡ് വാൻ ജനപ്പ് രംഗാവതരണ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം ദ റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന സങ്കല്പം അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണമായ തലവും അതിലെ സാമൂഹിക തലവും മനസ്സിലാക്കാൻ 3 ഘട്ടങ്ങൾ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. ആ 3 ഘട്ടങ്ങളുടെ പേര് ഇങ്ങനെയാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടം വ്രതാനുഷ്ഠാനം, രണ്ടാമത്തത് പരിവർത്തനം, മൂന്നാമത്തത് പുനഃസംയോജനം. അപ്പോൾ അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണമായ തലവും അതിനകത്തുള്ള സാമൂഹിക തലവും മനസ്സിലാക്കാൻ 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം വ്രതാനുഷ്ഠാനം, രണ്ടാമത്തെ പരിവർത്തനം, മൂന്നാമത്തെ പുനഃസംയോജനം. ഈ ശവസംസ്കാര ചടങ്ങുകൾ, പ്രാചീന വിവാഹ ചടങ്ങുകൾ, ഉപനയന ചടങ്ങുകൾ എന്നിവയാണ് അദ്ദേഹം പഠനവിധേയമാക്കിയത്. എന്നിരുന്നാലും എല്ലാ പ്രാചീന അനുഷ്ഠാനങ്ങളിലും ആഘോഷമായി ഈ മേൽപ്പറഞ്ഞ 3 ഘടകങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രംഗാവതരണത്തിലോ അനുഷ്ഠാനത്തിലോ പങ്കെടുക്കുന്ന വ്യക്തിയുടെ മുന്നൊരുക്കങ്ങൾ, സാധാരണ ജീവിത സാഹചര്യത്തിൽ നിന്ന് വേറിട്ടു നിൽക്കൽ എന്നിവയൊക്കെ വ്രതാനുഷ്ഠാനത്തിൽ ഉൾപ്പെട്ടു വരുന്നു. അനുഷ്ഠാനത്തിൽ പങ്കെടുക്കുന്ന വേളയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തലമാണ് പരിവർത്തനം എന്നറിയപ്പെടുന്നത്. ഇനി അനുഷ്ഠാനത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്കുള്ള മടങ്ങിപ്പോക്ക് പുനഃസംയോജനമായി പറയുന്നുണ്ട്. വാൻ ജനപ്പിൻ്റെ അഭിപ്രായത്തിൽ പാട്ട് മുതലായിട്ടുള്ള എല്ലാ നാടോടി ആവിഷ്കാരങ്ങളും രംഗാവതരണങ്ങളാണ്. വർത്തമാന ഫോക്ലോർ പഠനത്തിൽ ഇത് അതിപ്രധാനമായ സങ്കല്പമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ രംഗാവതരണ സിദ്ധാന്തം അവതരിപ്പിച്ചത് അർണോൾഡ് വാൻ ജനപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് ദ റൈറ്റ്സ് ഓഫ് പാസേജ് എന്നാണ്. അതിൻ്റെ 3 ഘട്ടങ്ങളെപ്പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ വ്രതാനുഷ്ഠാനമാണ്, രണ്ടാമത്തെ പരിവർത്തനം, മൂന്നാമത്തെ പുനഃസംയോജനം എന്നിവയാണ്.